ഇവിടെ അസൈൻമെന്റ് നമ്പർ, ടെക്സ്റ്റ്, ഇൻവോയ്സ് ഇതെല്ലാം സപ്രസിലാണ് കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫീൽഡ് സ്റ്റാറ്റസ് ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഐറ്റംസ് മാത്രം റിക്വേർഡ് ആക്കിയിട്ടാൽ മതി. ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് എന്താക്കണം, എൻ്റർ കൊടുക്കാം. ഈ ഒരു പേജിൽ നിന്ന് ഞാൻ നേരത്തെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ എറർ വന്നായിരുന്നു. ഞാൻ പക്ഷേ ആ സെറ്റിങ്സിൽ പോയിട്ട് ആ പോസ്റ്റിംഗിയുടെ എറർ റെക്ടിഫൈ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ഇവിടെ നെക്സ്റ്റ് പേജിലേക്ക് വന്നു. ഇപ്പോൾ ആ ഒരു എറർ സോൾവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു എറർ സോൾവ് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ലെഡ്ജേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഏതായിരിക്കും, G001 ആയിരിക്കും. റീകൺസിലേഷൻ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ G067 ആയിരിക്കും. സോ G001 ആൻഡ് G067 ആണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാത്തിലും. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ ആപ്പിലെ മറ്റൊരു SAP ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം, നമ്മൾ SAP സോഫ്റ്റ്വെയറിൽ പല ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇഷ്ടംപോലെ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിലൊരു എറർ നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യണമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ എറർ വന്നിട്ടുണ്ടാകും. പോസ്റ്റിംഗ് ഈ എറർ ആണെന്ന് പറയാം. ഞാനിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് ആ ഒരു എറർ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു T കോഡ് ഞാനിപ്പോൾ /F-43 ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് ഞാൻ ട്രാൻസാക്ഷന് വേണ്ടി ഡേറ്റ് അതുപോലെ എൻ്റെ വെണ്ടറിനെ സെലക്ട് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകും അല്ലേ. അവിടെ എമൗണ്ട് കൊടുക്കാം. ഞാൻ ഒരു 50,000-നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കൊടുത്തു. ബിസിനസ് ഏരിയ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടെക്സ്റ്റ് കൊടുത്ത് പർച്ചേസ്ഡ് ഗുഡ്സ് എന്നും പറഞ്ഞ് പർച്ചേസ് ഇൻവോയ്സ് എന്നും പറഞ്ഞുള്ളൊരു ടെക്സ്റ്റും കൊടുത്ത് ദെൻ പോസ്റ്റിംഗ് 40, അക്കൗണ്ടിൻ്റെ അവിടെ പർച്ചേസ് അക്കൗണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുള്ളൂ. ദെൻ എൻ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം റൂൾസ് ഫോർ പോസ്റ്റിംഗ് 40 ആൻഡ് അക്കൗണ്ട് 2002 സെറ്റ് ഇൻകറക്റ്റ്ലി. അതായത് പോസ്റ്റിംഗിയുടെ സെറ്റിങ്സ് ഇവിടെ ചേഞ്ച് ആയി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ വന്നേക്കുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള T കോഡാണ് OB41. അതായത് ഞാനിപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് തന്നെ /n OB41 ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് എല്ലാ പോസ്റ്റിംഗും നമുക്ക് SAPയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പോസ്റ്റിംഗീസും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നേരത്തെ വന്ന എറർ ഏതായിരുന്നു, 40 എന്ന് പറയുന്ന പോസ്റ്റിംഗിലായിരുന്നു എറർ വന്നത്. സോ നിങ്ങളവിടെ ഫസ്റ്റ് നോക്കണം 40-ലാണോ 50-ലാണോ 31-ലാണോ 01-ലാണോ ഏതിലാണ് നിങ്ങൾക്ക് എറർ വന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. എനിക്കിവിടെ എറർ വന്നത് 40 എന്ന് പറയുന്ന പോസ്റ്റിംഗിലായിരുന്നു. സോ ഞാനവിടെ 40 സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. 40 എന്ന് പറയുന്ന ഡെബിറ്റ് എൻട്രിയുടെ പോസ്റ്റിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ സമയം എനിക്കവിടെ മെയിൻറ്റെയിൻ ഫീൽഡ് സ്റ്റാറ്റസ് എന്നും പറഞ്ഞൊരു ഓപ്ഷനും കൂടി കാണാം അല്ലേ. മെയിൻറ്റെയിൻ ഫീൽഡ് സ്റ്റാറ്റസ് അത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ജനറൽ ഡാറ്റ, അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റ്സ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. ഇതിൽ SAP FIയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന 2 ഓപ്ഷൻസാണ് ജനറൽ ഡാറ്റ എന്ന് പറയുന്നത്. സോ ജനറൽ ഡാറ്റ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അസൈൻമെന്റ് നമ്പർ, ടെക്സ്റ്റ്, ഇൻവോയ്സ് ഇതെല്ലാം സപ്രസിലാണ് കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫീൽഡ് സ്റ്റാറ്റസ് ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഐറ്റംസ് മാത്രം റിക്വേർഡ് ആക്കിയിട്ടാൽ മതി. ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് എന്താക്കണം, സപ്രസിലാണ് കിടക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്രസിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ടെക്സ്റ്റ് ഏതിലാണ് വരേണ്ടത്, റിക്വേർഡിലല്ലേ. സോ ഞാൻ അവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, ടെക്സ്റ്റിനെ അവിടെ റിക്വേർഡ് ആക്കി കൊടുത്ത്. ഓക്കെ, സോ ബാക്കി എല്ലാം സപ്രസ് തന്നെയാണ്. ടെക്സ്റ്റിനെ അവിടെ റിക്വേർഡ് ആക്കി കൊടുക്കണം. ഒന്നില്ലെങ്കിൽ ഈ ടെക്സ്റ്റ് സപ്രസിലോ ഓപ്ഷണൽ എൻട്രിയിലോ കിടക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ആ എറർ അവിടെ ഒക്യൂർ ആയത്. സോ ഞാനവിടെ അത് ചേഞ്ച് ചെയ്തിട്ട് റിക്വേർഡിലേക്ക് ആക്കി കൊടുത്തു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് പേജ് കൊടുത്തു. നെക്സ്റ്റ് പേജ് കൊടുത്തിട്ട് ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെ ബിസിനസ് ഏരിയയും കൂടി നമുക്കിവിടെ റിക്വേർഡ് ആക്കി കൊടുക്കണം എന്നറിയാമല്ലേ. ടെക്സ്റ്റും ബിസിനസ് ഏരിയ മാത്രമായിരിക്കും എപ്പോഴും റിക്വേർഡിൻ്റെ അവിടെ വരുന്നത്. ബാക്കി എല്ലാം നമുക്ക് സപ്രസ് ആയിരിക്കും. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് ചോദിക്കുന്ന 2 ഓപ്ഷൻസാണ് ടെക്സ്റ്റ് എന്താണ് ടെക്സ്റ്റ്, അല്ലെങ്കിൽ ബിസിനസ് ഏരിയ ഏതാണെന്നുള്ളതും ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളതും നമ്മുടെ അടുത്ത് ചോദിക്കും. സോ ഞാൻ അവിടെ അത് 2ഉം റിക്വേർഡ് ആക്കി കൊടുത്തു. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ടെക്സ്റ്റും ബിസിനസ് ഏരിയയും റിക്വേർഡ് ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അത് റിക്വേർഡ് ആക്കി കൊടുക്കുക. ദെൻ ബാക്കി എല്ലാവരും സപ്രസിലാണ് കിടക്കേണ്ടത്. ഞാനിവിടെ ടെക്സ്റ്റും ബിസിനസ് ഏരിയ റിക്വേർഡ് ആക്കി കൊടുത്തു. ബാക്ക് വന്ന സമയത്ത് ഇപ്പോൾ ഈ 2 ഡാറ്റാസ് മാത്രം ബ്ലൂ കളറിലായി. ബാക്കി എല്ലാം അവിടെ ബ്ലറായിട്ട് തന്നെയാണ് കിടക്കുന്നത്. സോ ജനറൽ ഡാറ്റയും അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റിലും ജനറൽ ഡാറ്റയിൽ ടെക്സ്റ്റ് റിക്വേർഡ് ആക്കി കൊടുത്തു. അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റിൽ ബിസിനസ് ഏരിയയും റിക്വേർഡ് ആക്കി കൊടുത്തു. സോ ബാക്കി എല്ലാം ഞാനവിടെ സപ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് Ctrl+S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ സേവായി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ഫീൽഡ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തു, ജനറൽ ഡാറ്റ ഓപ്പൺ ചെയ്തു, ടെക്സ്റ്റ് റിക്വേർഡ് തന്നെയാണ്. ദെൻ ബാക്ക് വന്നു, അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റിൽ ബിസിനസ് ഏരിയയും റിക്വേർഡിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇത് Ctrl+S കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി ആ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ എറർ വരുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ, സോ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് /NF-43 എന്ന് പറയുന്ന പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ കീ ആയിരുന്നല്ലേ, അത് ഓപ്പൺ ചെയ്ത് ഞാൻ ഇന്നത്തെ ഡേറ്റ് കൊടുത്തു. അതുപോലെ അക്കൗണ്ടിൻ്റെ അവിടെ വെണ്ടറിനെ സെലക്ട് ചെയ്ത് കൊടുത്തു. എൻ്റർ കൊടുത്ത് നെക്സ്റ്റ് ഇൻവോയ്സ് പേജിലേക്ക് വരുമ്പോൾ എമൗണ്ട് ചോദിക്കും, എമൗണ്ട് കൊടുക്കാം, ബിസിനസ് ഏരിയ കൊടുക്കാം. ഇവിടെ രണ്ട് സൈഡിലും ബിസിനസ് ഏരിയയും ടെക്സ്റ്റും ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ റിക്വേർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. ദെൻ ബിസിനസ് ഏരിയ, ടെക്സ്റ്റിൻ്റെ അവിടെ ഞാൻ പർച്ചേസ് ഇൻവോയ്സ് കൊടുത്തു. പോസ്റ്റിംഗ് 40, പർച്ചേസ് ചെയ്യുമ്പോൾ സെക്കൻഡ് പേജിൽ നമുക്ക് 40 ആണല്ലേ വരാം. സെയിൽസ് ആണെങ്കിലോ അവിടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് 50 ആയിരിക്കും സെക്കൻഡ് പേജിൽ. ദെൻ അക്കൗണ്ടിൻ്റെ അവിടെ പർച്ചേസ് അക്കൗണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഈ ഒരു പേജിൽ നിന്ന് ഞാൻ നേരത്തെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ എറർ വന്നായിരുന്നു. ഞാൻ പക്ഷേ ആ സെറ്റിങ്സിൽ പോയിട്ട് ആ പോസ്റ്റിംഗിയുടെ എറർ റെക്ടിഫൈ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ഇവിടെ നെക്സ്റ്റ് പേജിലേക്ക് വന്നു. ഇപ്പോൾ ആ ഒരു എറർ സോൾവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു എറർ സോൾവ് ചെയ്യുന്നത്. ഒരു 90% എറേഴ്സിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ആകും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇതും കൂടി ചെയ്തിട്ട് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്, നമ്മൾ തുടക്കം പഠിച്ച ഒരു ടോപ്പിക്കാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്, അത് പോയി ചെക്ക് ചെയ്യുക. അതിലും ടെക്സ്റ്റും ബിസിനസ് ഏരിയയും റിക്വേർഡ് ആണോ എന്നുള്ളത് നോക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഫീൽഡ് സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടീ കോഡാണ് /NOBC4. ഞാൻ ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ടീ കോഡിലേക്ക് വന്നു. ടീ കോഡ് എന്തായിരുന്നു? OBC4. ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് പൊസിഷൻ എന്നറിയാലോ. പൊസിഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസിൻ്റെ കോഡ് ഏതാണെന്ന് നമ്മൾ ഓൾറെഡി നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. എൻ്റെ ഫീൽഡ് സ്റ്റാറ്റസിൻ്റെ കോഡ് ENT8 ആയിരുന്നു. ഓക്കെ, സോ പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫീൽഡ് സ്റ്റാറ്റസ് കോഡ് ഏതാണോ അത് ENT8 കൊടുത്തതിന് ശേഷം, അതായത് നിങ്ങളുടെ ഫീൽഡ് സ്റ്റാറ്റസിൻ്റെ വേരിയൻറ്റിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ അതവിടെ ഫസ്റ്റ് വരും. എൻ്റെ എൻട്രിയുടെ വേണ്ടിയിട്ടുള്ള FSV അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ടിക്ക് കൊടുത്തു, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ ലെഫ്റ്റ് സൈഡിൽ 2 ഫോൾഡേഴ്സ് കാണാം. അതിലിപ്പോൾ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്ന് പറയുന്ന ഫോൾഡറാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് എനിക്ക് വരേണ്ടത് ഏതാ? ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ദെൻ ഞാൻ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റും G001, G003. നമ്മൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് കൊടുക്കും. നോർമൽ ആയിട്ടുള്ള ലെഡ്ജേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഏതായിരിക്കും? G001 ആയിരിക്കും. റീകൺസിലേഷൻ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ G067 ആയിരിക്കും. സോ G001 ആൻഡ് G067 ആണ് നമ്മൾ മെയിനായിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യാല്ലേ. സോ ഇത് രണ്ടിലും നമ്മൾ ടെക്സ്റ്റും ബിസിനസ് ഏരിയയും റിക്വേർഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ്റെ എറർ സോൾവ് ആകും. സോ ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത് G001 ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഇവിടെ ജനറൽ ഡാറ്റയിൽ എനിക്കിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്വേർഡ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സപ്രസ് ആണെന്നുണ്ടെങ്കിൽ അത് റിക്വേർഡിലേക്ക് മാറ്റിയിടാം. ദെൻ ഒന്നുകൂടി ബാക്ക് വന്നതിന് ശേഷം അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റിലും ബിസിനസ് ഏരിയ റിക്വേർഡ് ആണ്. ഓക്കെ, ഇത് രണ്ടും ചെക്ക് ചെയ്തു, കൺട്രോൾ S കൊടുത്ത് സേവ് ചെയ്യാം. ദെൻ ഒന്നുകൂടി ബാക്ക് വന്നിട്ട് G067 കൂടി എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. G067 ഓപ്പൺ ചെയ്തു. ജനറൽ ഡാറ്റയിൽ ടെക്സ്റ്റ് റിക്വേർഡ് ആണ്. ഓൾസോ അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റിൽ നിങ്ങൾക്കിവിടെ കാണാം ബിസിനസ് ഏരിയയും റിക്വേർഡിലാണ് കിടക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ എറർ സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് വന്നതിന് ശേഷം ബിസിനസ് ഏരിയയും ടെക്സ്റ്റും റിക്വേർഡിലാണോ എന്ന് നോക്കിയാൽ മതി. ദെൻ നിങ്ങൾ ആ ട്രാൻസാക്ഷൻ ഏതാണോ, പർച്ചേസോ സെയിൽസോ എന്തിൻ്റെ ട്രാൻസാക്ഷനിലാണോ നിങ്ങൾക്ക് എറർ വന്നത് അതൊന്നുകൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എറർ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് കൂടുതൽ എറേഴ്സ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.